കപ്പിന് 1 കപ്പ് റവയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് അതേപോലെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിക്കാം. 5 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ കുതിരാൻ വെച്ച റവ 5 മിനിറ്റിന് ശേഷം എടുക്കുകയാണ്. എടുത്ത് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇടാം. 1 കപ്പ് തേങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് 1 തവി ചോറിടാം. പിന്നെ ഇതിലേക്ക് ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ 1 കപ്പ് പുളിച്ച മാവാണ്. ഇത് അപ്പത്തിൻ്റെ മാവായാലും ഇഡലിയുടെ മാവായാലും ദോശയുടെ മാവായാലും ഒന്നുമില്ല. 1 കപ്പ് പുളിച്ച മാവ് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതൊന്ന് ആട്ടിക്കൊണ്ടുവരാം. അങ്ങനെ മഷി പോലെ അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പോഴിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട, ഇപ്പോൾ 1 നുള്ളു സോഡാപ്പൊടി, 1 സ്പൂൺ വെള്ളം ഒഴിച്ച് കലക്കി ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് 1/2 തവി പാലാണ് ഞാൻ എടുത്തത്. 1/2 തവി ഇതിൻ്റെ വെള്ളം നോക്കിയിട്ട് വെള്ളം അനുസരിച്ച് പാൽ ഇച്ചിരി കൂടെ വേണമെങ്കിൽ വെള്ളം കൂടുതൽ വേണമെങ്കിൽ പാൽ ചേർക്കണം. ഇപ്പോൾ പാലപ്പമാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. 2 മിനിറ്റ് ഇങ്ങനെ കോരി ഒഴിക്കുകയോ 10 മിനിറ്റ് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയോ ചെയ്ത ശേഷം അപ്പം ചുട്ടെടുക്കാം. ചട്ടി അടുപ്പത്തേക്ക് വെച്ച് എണ്ണ തടവിയ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിക്കാം. ഓരോ പ്രാവശ്യം കോരി ഒഴിക്കുമ്പോഴും ഒന്ന് ഒഴിച്ച് വേണം കോരി ഒഴിക്കാൻ. റവ കൊണ്ടുള്ള പാലപ്പമാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവർക്കും തയ്യാറാക്കാം. കുറച്ച് സാധനങ്ങൾ മാത്രം മതി.